തുറന്ന കോടതിയിൽ നിന്ന് തുറന്ന സമീപനം പ്രതീക്ഷിക്കുന്ന ഒരു സാധാ പൗരനെന്ന നിലയിൽ അഭിഭാഷകരുടെ മാധ്യമ ഐത്തം മാറുമെന്ന പ്രതീക്ഷയിലാണ് ഇതുവരെ കഴിഞ്ഞത്. എന്നാൽ കോടതിയിലെ കേസുകൾ പോലെ സംഗതി ഇങ്ങനെ നീളുകയാണ്. പുരാണത്തിലെ സർക്കാർ അഭിഭാഷകനായി ന്യായത്തിൻ്റെ കൂടെ നിന്ന ഭഗവാൻ ശ്രീകൃഷ്ണനെ നല്ല വക്കീലായി സ്മരിക്കാം. തൻ്റെ കക്ഷിക്ക് വേണ്ടി കള്ളം പറഞ്ഞാണെങ്കിലും ന്യായത്തിൻ്റെ ഭാഗത്ത് ഭഗവാൻ നിന്നു. അതേ പുരാണത്തിൽ ഒരു പക്ഷവും പിടിക്കാതെ സഞ്ജയൻ എന്ന യുദ്ധവിവരണം നടത്തുന്ന ദൃശ്യമാധ്യമ പ്രവർത്തകനെയും കാണാം. പറഞ്ഞു വന്നത് ഇതാണ്: മഹാഭാരതത്തിൽ തുടങ്ങുന്ന അഭിഭാഷക മാധ്യമ ബന്ധം ഏതെങ്കിലും മന്ദരയുടെ വാക്കുകേട്ട് ഇത്രയ്ക്ക് വഷളാക്കേണ്ടതുണ്ടോ എന്ന് ആലോചിക്കണം. പക്ഷേ നാട്ടിലൊരു അനീതി നടന്നിട്ടും തുടരുന്ന മൗനമാണ് മനസ്സിലാകാത്തത്. ഒരു കളിക്കളം പിടിച്ചതോ ഈ പടക്കളം കളിക്കളം ഇത് കളിക്കളം പടക്കളം ഒരു പടക്കളം. മകൾ തങ്ങളിൽ ജന്മ സമരമുഖങ്ങളിൽ കണ്ടു പൊരുതുമിതേ വിധം പണ്ടു മുതലതു താമസം കടിഞ്ഞാണിയാത്ത കുതിരകളെ പോലെ മുടയോനില്ലാത്ത കളരികളിൽ കളിഞ്ഞാണിയാത്ത കുതിരകളെ പോലെ മുടയോനില്ലാത്ത കളരികളിൽ പോരാടുന്നു വെറിനീരോടെന്നു ഇരുപേരും തോൽവിയറിയാതെ ഇന്നും തോരു തുടരുന്നു തന്നിവർ തെല്ലും വാസി പ്രളയാതെ. കളിക്കണം ഇത് കളിക്കണം പടക്കണം ഒരു പടക്കണം. ഇതുവരെ കണ്ടത് ഇന്നലകളിലെ ബഹളമാണ്. എന്നാൽ കൊല്ലം കോടതിയിൽ ആട് ആന്റണിക്ക് എന്ത് ശിക്ഷ കിട്ടിയെന്നറിയാൻ ചെന്ന മാധ്യമങ്ങളെ വിലക്കുമ്പോഴും എല്ലാവരും മൗനത്തിലായിരുന്നു. ഏത് ഒരു സാഹചര്യത്തിലാണ് മാധ്യമപ്രവർത്തകർക്ക് കോടതിയിലേക്കുള്ള പ്രവേശനം? പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഒരു നിഷേധം വരുത്തിയിട്ടില്ല. മാധ്യമപ്രവർത്തകരെ കയറണ്ടെന്ന് പോലീസ് പറഞ്ഞിട്ടില്ല. ഈ അഭിഭാഷകരുടെ ഭാഗത്തുനിന്ന് ഉള്ള വിവരം അറിയിച്ചിരുന്നല്ലോ പോലീസിനെ. ഇത്തരത്തിൽ മാധ്യമപ്രവർത്തകർ അകത്തേക്ക് വരണ്ട എന്നൊരു നിർദ്ദേശം അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ലേ? അവരൊരു സജഷൻ മാത്രമേ വെച്ചിട്ടുള്ളൂ. മാധ്യമപ്രവർത്തകർ വരണ്ട എന്നുള്ള സജഷൻ. മാധ്യമപ്രവർത്തകരെ കവർ ചെയ്യുന്നതിന് അവർക്ക് വിരോധമില്ല. എന്നാൽ ഒരു ഇഷ്യൂയിലേക്ക് പോകാതിരിക്കുന്നതിന് വേണ്ടിയാണ് ഒരു സജഷൻ അവർ സൂചിപ്പിച്ചിട്ടുള്ളത്. മാധ്യമ ഊരുവിലക്കിൽ പലരും പല അഭിപ്രായ പ്രകടനത്തിലാണ്. എങ്കിലും ചിലരുടെ വാക്കുകൾ നമ്മൾക്ക് കേട്ടേ മതിയാവും. ഇതിനൊരു പരിഹാരം ഉണ്ടാവണം. പത്രക്കാർക്ക് തൃപ്തികരമാകണം. കോടതിയുടെ നിലപാട് വളരെ ഗൗരവതരമായ രീതിയിൽ മാറ്റണം എന്ന് പറയാനും പാടില്ല. അതിനെനിക്ക് തോന്നുന്ന ഒരു സൊല്യൂഷൻ, കോടതിക്ക് ഒരു പബ്ലിക് റിലേഷൻസ് ഡയറക്ടർ ഉണ്ടാവണം. സംസ്ഥാന സർക്കാരിൻ്റെ DPRനെ പോലെ തന്നെ പബ്ലിക് റിലേഷൻസ് വകുപ്പിലെ അഡീഷണൽ ഡയറക്ടർമാരിൽ ഒരാളെ കോടതിയിലേക്ക് എടുക്കണം.
അദ്ദേഹം പത്രക്കാർക്കെല്ലാവർക്കും എപ്പോഴും ആക്സസിബിൾ ആയിരിക്കണം. അങ്ങനെ അദ്ദേഹം വഴി ഇത് വരട്ടെ. മാധ്യമങ്ങളെ പൂർണ്ണമായി ഒഴിവാക്കി നിർത്തത് ശരിയല്ല, അതിൻ്റെ ആവശ്യവുമില്ല. വാസ്തവത്തിൽ അതിനൊക്കെ നിയന്ത്രണം വേണം. കോടതി എന്ന് പറയുന്ന ഒരു വിശുദ്ധ സ്ഥലമായിട്ട് തന്നെ കരുതേണ്ടതാണ്. അപ്പോൾ അവിടെയൊക്കെ പ്രവേശിക്കുന്നവർക്ക് നിയന്ത്രണം അത്യാവശ്യമാണ്. ആ രീതിയിലുള്ള നിയന്ത്രണ വിധേയമായിരിക്കുന്ന ഒരു പ്രവേശനമാണ് കോടതികളിൽ വേണ്ടതെന്നാണ് എൻ്റെ അഭിപ്രായം. അല്ലാതെ അണ്ടനും മടകോടനും വാർത്താമാധ്യമക്കാരനാണെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ പ്രവേശിക്കുന്ന ഒരു രീതി ഇപ്പോഴുണ്ട്. അത് പാടില്ല. അതിന് പ്രത്യേകിച്ച് രേഖകൾ കൊടുക്കണം. അങ്ങനെയുള്ളവരെ മാത്രമേ അവിടെ പ്രവേശിപ്പിക്കാവൂ. മനുഷ്യൻ്റെ ജീവിതം ആരംഭിക്കുന്നത്, ലോകം ആരംഭിക്കുന്നത്, ചരിത്രം ആരംഭിക്കുന്നത് മാധ്യമങ്ങൾ ഉള്ള കാലത്തല്ല. മാധ്യമങ്ങളെന്ന് പറഞ്ഞാൽ ഒരു ഏതാനും നൂറ്റാണ്ടുകളുടെ ചരിത്രം മാത്രമാണ് നമ്മൾ ഇന്ന് അറിയുന്ന രീതിയിലുള്ള മാധ്യമ പ്രവർത്തനത്തിനുള്ളത്. പക്ഷേ ഇനിയിപ്പോൾ നമുക്ക് മാധ്യമങ്ങളില്ലാതെ ജീവിക്കാൻ കഴിയില്ല. സ്വാതന്ത്ര്യമില്ലാതെ ജനാധിപത്യമില്ലാതെ നമുക്ക് ജീവിക്കാൻ കഴിയില്ല എന്ന് പറയുന്നത് പോലെ തന്നെ മാധ്യമങ്ങളില്ലാതെയും ജീവിക്കാൻ കഴിയില്ല. കാരണം നമ്മുടെ സ്വാതന്ത്ര്യത്തിൻ്റെ, നമ്മുടെ അവകാശങ്ങളുടെ, നമ്മുടെ ജനാധിപത്യത്തിൻ്റെ എല്ലാം ഏറ്റവും വലിയ ഉറപ്പ് സ്വതന്ത്രമായ മാധ്യമ പ്രവർത്തനമാണ്. നാട്ടിലെല്ലാവരും ഇടപെട്ടിട്ടും മുഖ്യമന്ത്രി മാത്രം മൗനിയായിരുന്നു. ശേഷവും മാധ്യമപ്രവർത്തകർക്ക് കോടതിയിൽ വിലക്ക് തുടരുകയാണ്. ഒരു പരാതി നൽകിയിരുന്നു. കാര്യം മനസ്സിലായില്ലെങ്കിലും ഉമ്മൻചാണ്ടിയായിരുന്നു മുഖ്യമന്ത്രിയെങ്കിൽ ചോദ്യങ്ങൾക്ക് മറുപടിയായി ചില അപശബ്ദങ്ങൾ എങ്കിലും കേൾക്കാമായിരുന്നു. ഒരു കാര്യം മാത്രം അഭിഭാഷകരോട് ഓർമ്മിപ്പിക്കാം. നാട്ടിൽ ഒരു ദുരന്തമോ അടിയോ നടന്ന് അത് കേസും വഴക്കുമായി മാറാതെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നവരാണ് ഭൂരിപക്ഷം മാധ്യമപ്രവർത്തകരും. കാരണം അത് റിപ്പോർട്ട് ചെയ്യാൻ നമ്മൾ തന്നെ പോകേണ്ടി വരും എന്നതുകൊണ്ട് തന്നെ. എന്നാൽ കേസും വഴക്കും ജോലിയുടെ ഭാഗമായിരിക്കുന്നവരോട് എന്ത് പറയാൻ? ഭഗവാനെ, നാളെ നേരം വെളുക്കും വരെ ഈ ലോകത്ത് ഒരു അപകടവും സംഭവിക്കല്ലേ. പിന്നെ ചത്തവൻ്റെയും കൊന്നവൻ്റെയും പീഡനക്കാരൻ്റെയും ഒക്കെ ജീവചരിത്രവും ഫോട്ടോയൊക്കെ സംഘടിപ്പിക്കാൻ ഞാൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് ഓടേണ്ടി വരും. ഈശ്വരോ രക്ഷതു അമ്മേ.